ദൈവത്തിരുനാമത്തിന് സ്തോത്രം. ഹലോ ഹോപ്പ് ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ സംഗീത സായാഹ്നം ശ്രവിക്കുന്ന ഏവർക്കും സ്വാഗതം അറിയുകയാണ്. നമുക്ക് ദേവാലയങ്ങളിൽ കടന്നുപോയി ആരാധിക്കുവാനോ കൂട്ടായ്മ ആചരിക്കുവാനോ സാധിക്കാത്ത ഈ പ്രത്യേക സാഹചര്യത്തിൽ ഹലോ ഹോപ്പിൻ്റെ പ്രവർത്തകർ ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കുമായി ദൈവത്തെ സ്തുതിക്കുകയും അണിയറയിൽ പ്രവർത്തിക്കുന്ന ഏവരോടുമുള്ള നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നു. വലിയവനായ ദൈവം ഈ പ്രവർത്തനത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. സംഗീതം അല്ലെങ്കിൽ പാട്ട് ഏവരുടെ ഹൃദയത്തിന് കുളിർമയേകുന്ന ഒന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ഒരു പാട്ട് കേൾക്കുകയോ പാടുകയോ ചെയ്യുന്നത് വലിയ ആശ്വാസം നൽകുന്നതാണ്. വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരുടെ പാട്ടുകൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും സങ്കീർത്തനങ്ങൾ രചിക്കുന്നതിലും പ്രത്യേകമായ കഴിവുകളുള്ള ഒരു രാജാവായിരുന്നു ദാവീദ് രാജാവ്. തൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും താൻ സങ്കീർത്തനങ്ങൾ രചിക്കുകയും പാടുകയും ചെയ്തിരുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആശ്വാസകരമായി ഭവിക്കുന്നുണ്ട്. താൻ ശൗലിനെ ഭയന്ന് ഓടിപ്പോയതായ സാഹചര്യത്തിൽ ദാവീദും ഭൃത്യന്മാരും കൂടെ അദില്ലാം ഗുഹയിൽ ഒളിച്ചു പാർത്തിരുന്നതായ സാഹചര്യത്തിൽ തൻ്റെ എതിരാളിയായി തന്നെ അന്വേഷിച്ച് ചുറ്റി നടക്കുന്നതായ ശൗൽ രാജാവും കൂട്ടരും അതേ ഗുഹയിലേക്ക് തന്നെ കടന്നു വന്നപ്പോൾ യഥാർത്ഥ ലോക്ക്ഡൗണിൽ ആയിപ്പോയ ദാവീദ് പാടിയൊരു പാട്ടാണ് 57-ാം സങ്കീർത്തനം. അൽ തഷീദ് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സ്വർണ്ണഗീതമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ആ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പാടുകയാണ്: ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞുപോകണം, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. വലിയവനായ ദൈവത്തെ കണ്ടെത്തിയ ഏവർക്കും അല്ലെങ്കിൽ എല്ലാ ദൈവമക്കൾക്കും പറയുവാനുള്ളത് ഇതുതന്നെയാണ്. ഏത് ആപത്തുകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് വലിയവനായ ദൈവം മാത്രമേ ഉള്ളൂ. ഇവിടെ ദാവീദ് പ്രത്യേകമായിട്ട് പറയുകയാണ്: ഈ ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. വലിയവനായ ദൈവത്തിൻ്റെ ചിറക് എപ്പോഴും നമുക്ക് ചെന്ന് ആശ്വസിക്കുവാൻ സാധിക്കുന്നതായ ഒരിടമാണ്. ആ ചിറകിൽ നിഴലിൽ ആശ്രയിക്കുന്ന ആൾക്കും ഏത് മഹാമാരിയെയും ഏത് മഹാവ്യാധിയെയും തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം ഈ ഗാന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് പറയുന്ന താൻ അകപ്പെട്ടിരിക്കുന്നതായ സാഹചര്യം ദാവീദ് വിവരിക്കുന്നുണ്ട്. അതിന് 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അതിനുശേഷം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു: അവർ എൻ്റെ കാലുകൾക്കൊരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ തന്നെയാണ് ദാവീദും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും ദാവീദ് ഉറപ്പിച്ചു പറയുന്നതായ മറ്റൊരു കാര്യമുണ്ട്: എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അതിനു മുൻപ് മനസ്സ് ഇടിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ ദാവീദ് അടുത്ത നിമിഷത്തിൽ ദൈവത്തിൻ്റെ കൃപകളെപ്പറ്റി ചിന്തിച്ചപ്പോൾ, ദൈവത്തിൻ്റെ പരിപാലനത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ദാവീദ് പറയുകയാണ്: എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഇനിയുള്ളവരെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പറയുവാൻ സാധിക്കണം: എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം പാടും. ഏത് സാഹചര്യത്തിലും എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം നാം എപ്പോഴും ഉറച്ച മനസ്സുള്ളവരും ദൈവത്തെ പാടി സ്തുതിക്കുന്നവരും ആരാധിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ ആഗ്രഹമാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് സന്ധ്യാസമയം
ഈ സുവിശേഷ സംഗീത സായാഹ്നത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇന്നത്തെ പാട്ടുകളും വചനകേൾവിയും ഒക്കെ കർത്താവിൻ്റെ നാമത്തിനും മഹത്വത്തിനും നമ്മൾ വചനത്തിൽ ഉറയ്ക്കുന്നതിനും കൂടുതൽ കർത്താവിൻ്റെ ചിറകിൽ നിന്നിൽ ശരണം പ്രാപിക്കുന്നതിനും ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ PC വർഗീസ് അവറുകളും ഗാനങ്ങൾ ആലപിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ ജേക്കബ് മാത്യു കുഞ്ഞുമോൻ, അതുപോലെ സഹോദരി ബിനോയ്, ബ്രദർ ഗോഡ്ലി മാത്യു ജോർജ് എന്നിവരുമാണ്. ഇവരുടെ ശുശ്രൂഷയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സന്ധ്യാസമയ ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ശ്രമിക്കുകയും ചെയ്യാം. ഈ കൂടിയവരിലേക്ക് ഇന്ന് ശുശ്രൂഷിക്കുന്നതായ പാസ്റ്റർ PC വർഗീസിനെയും ഗാനങ്ങൾ ആലപിക്കുന്ന ബ്രദർ ജേക്കബ് മാത്യുവിനെയും സിസ്റ്റർ ബിനോയെയും ബ്രദർ ഗോഡ്ലി മാത്യു ജോർജിനെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, എനിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ തക്കോണം ഞങ്ങൾക്കിടയാക്കിയ അവിടുത്തെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ജീവിതത്തിൽ അവിടെ നൽകി തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും എല്ലാ നല്ല സന്ദർഭങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തമ്മിൽ കാണുവാനോ ബന്ധപ്പെടുവാനോ കൂട്ടായ്മ ആചരിക്കുവാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റും. ഇന്ന് കർത്താവെ, ഇത് ടെലികാസ്റ്റിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കൊണ്ടിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. രാജനെയും രാജീവിനെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഹലോ ഹോപ്പിന്റെ മറ്റ് പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അവിടുത്തെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങളുടെ ആത്മീയോർത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വരെ സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PC വർഗീസിനെ ഓർത്ത് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന ജേക്കബ് മാത്യുവിനെയും സിസ്റ്റർ ബിനോയെയും ഗോഡ്ലിയെ ഓർത്ത് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്നായി ശുശ്രൂഷിപ്പാൻ തക്കോണം അവിടെ നിലയാക്കണമേ, നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന കേൾവിയും ഇന്നത്തെ ഗാനങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒന്നുകൂടെ നിന്നിൽ ഉറയ്ക്കുവാനും അവിടുത്തെ ചിറകിൽ നിൽസ്ഥാനം പ്രാപിക്കുവാനും ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അവിടെ നിന്ന് എടുക്കണം, എല്ലാ മാനവും അവിടത്തേക്ക് തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ.
ശോകഭാരമേറിയാലും യേശു രക്ഷകരൻ താങ്ങും തണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. മഹിമയിൽ ഞാൻ കിരീടം ചൂടി, അവൻ മുഖം ഞാൻ ദർശിക്കും. അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ. ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ദൈവനാമത്തിന് മഹത്വം. വാക്ക് വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന വാക്കിന്റെ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. 1. വചനം ഓർത്തുകൊള്ളുവിൻ. യോശുവ 1:13. 2. ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ന്യായാധിപന്മാർ 9:2. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. 1 ശമൂവേൽ 12:24. 4. അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. 1 ദിനവൃത്താന്തം 16:13. 5. അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവിൻ. 1 ദിനവൃത്താന്തം 16:15. 6. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. സങ്കീർത്തനങ്ങൾ 50:22. 7. അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ. സങ്കീർത്തനങ്ങൾ 105:6. 8. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. യെശയ്യാവ് 46:9. 9. ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. മലാക്കി 4:4. 10. ഓർത്തുകൊള്ളുവിൻ. മത്തായി 24:25. 11. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ലൂക്കോസ് 17:32. 12. എന്നു പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. ലൂക്കോസ് 24:7. 13. ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. പ്രവർത്തികൾ 20:31. 14. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. 2 കൊരിന്ത്യർ 9:6. 15. ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. എഫെസ്യർ 2:12. 16. എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ. കൊലോസ്യർ 4:18. 17. പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. എബ്രായർ 10:13. 18. കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. എബ്രായർ 13:3. 19. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. എബ്രായർ 13:7. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ വീണ്ടും ഒരുക്കപ്പെട്ട വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കാരണക്കാരായിരിക്കുന്ന ഹലോ ഹോപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അതിൻ്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരന്മാരായിരിക്കുന്ന ചെറിയാൻ മാത്യു, രാജീവ്, സ്റ്റുവർട്ട്, ഇവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ള തിരുവചന ചിന്തയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 144 15 വാക്യമാണ്. സാംസ് 144 വേഴ്സ് 15 പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ദാവീദ് പറയുന്നു, ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. കേരളത്തിൻ്റെ തെരുവുകളിലൂടെ നടന്നാൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ഒക്കെ ചെന്നാൽ നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് ഭാഗ്യക്കുറി. ഈ ഭാഗ്യക്കുറി വിൽക്കുന്ന ഒരുവന്റെ അടുക്കൽ ഒരിക്കൽ തൻ്റെ ഒരു പഴയ സ്നേഹിതൻ ചെന്നിട്ട് തന്നോട് ചോദിച്ചു, നീ ഭാഗ്യം ഉള്ളവനാണല്ലോ. മറുപടിയായ ആ മനുഷ്യൻ പറഞ്ഞത്, എന്നെ പോലെ ഭാഗ്യം കെട്ടവൻ മറ്റാരുമില്ല. സ്നേഹിതൻ ചോദിച്ചു, അപ്പോൾ നീ വിൽക്കുന്നതോ? ഞാൻ വിൽക്കുന്നത് മറ്റുള്ളവർക്ക് ഭാഗ്യമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഭാഗ്യക്കുറി ടിക്കറ്റാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ വിൽക്കുന്നത് ഭാഗ്യക്കുറി ടിക്കറ്റ്. മേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഒരുപക്ഷെ അതടിച്ചേക്കാം, അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർക്കത് ലഭിച്ചേക്കാം. അതിൻ്റെ ഒരംശം ഇവനും ടിക്കറ്റ് വിറ്റവനും കിട്ടുമായിരിക്കാം. ആ സമയത്ത് ഇവരെല്ലാം ഭാഗ്യവാന്മാരെന്ന് കണക്കാക്കുന്നു. എന്നാൽ എത്രയോ പേർക്ക് ലക്ഷങ്ങളോ കോടികളോ നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞ ഇതുപോലെയുള്ള ടിക്കറ്റ് വിൽപ്പനക്കാർ നിർഭാഗ്യവാന്മാരായി അവരെ തന്നെ വിധി എഴുതുമ്പോൾ ഇതൊന്നുമല്ല ഭാഗ്യമെന്ന് ഒരു ദൈവപൈതലിന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സങ്കീർത്തനക്കാരനായി ദാവീദ് പറയുന്നു, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനമാണ് ഭാഗ്യമുള്ളത്. ഹാപ്പി ആർ ദ പീപ്പിൾ ഹു ആർ ഇൻ സച്ച് എ സ്റ്റേറ്റ് എന്നാണ് നാം അതിനെക്കുറിച്ച് വായിക്കുവാൻ കഴിയുന്നത്. ഞാൻ വേഗത്തിൽ ഈ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ 4 കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ ഈ സ്ഥിതിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സ്ഥിതിയിൽ ഇരിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ 1-ാം വാക്യമാണ്. നമുക്ക് 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ? ദാവീദ് പറയുന്നു, the one who is trained by the Lord. ദൈവത്താൽ അഭ്യാസം ലഭിച്ചവരാണ് ഭാഗ്യമുള്ള ജനം. ദൈവം അഭ്യസിപ്പിക്കുന്ന ജനം, ദൈവം ഡിസിപ്ലിൻ ചെയ്യുന്ന ദൈവം ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ജനം, അവരാണ് ഭാഗ്യമുള്ളതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദാവീദ് പറയുന്നു, എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. യുദ്ധവും പോരും ഒരു മനുഷ്യ ജീവിതത്തിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വാർ ആൻഡ് ബാറ്റിൽ. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നേ ഉള്ളൂ. യുദ്ധവും പോരും ഏകദേശം സമാനതകൾ ഉള്ള വസ്തുതകളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതൊരു പോരായിരുന്നാലും ഒരു യുദ്ധമായിരുന്നാലും സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എന്നെ അഭ്യസിപ്പിക്കുന്നു. യുദ്ധത്തിനായിട്ട് എന്റെ കൈകൾ, പോരിനായി എന്റെ വിരലുകൾ എന്റെ ദൈവം അഭ്യസിപ്പിക്കുന്നു. നമുക്കറിയാം, ദൈവവചനം പഠിക്കുമ്പോൾ ദൈവം അഭ്യസിപ്പിച്ച ധാരാളം പേരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്,
ശിംശോനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ശിംശോൻ ദൈവത്താൽ അഭ്യസിപ്പിക്കപ്പെട്ട ഒരുവനായിരുന്നു. അവൻ ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുമെന്ന് ദൈവം അരുളി ചെയ്ത് അതിനുവേണ്ടി ദൈവം അവനെ അഭ്യസിപ്പിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ ജഡ്ജസ് ചാപ്റ്റർ 15 വേഴ്സ് 14 and 15 എന്ന് വായിക്കാം. 14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്തീർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരിക്കുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവനൊരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. നോക്കണം, ശിംശോനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, അവൻ അവിടെ വന്നപ്പോൾ ഫെലിസ്തീർ അവനെ കണ്ട് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് അവരുടെ ശത്രുവായിരിക്കുന്ന ശിംശോനെ കയ്യിൽ കിട്ടി എന്നുള്ള ബോധത്തോടുകൂടെ അവർ അവനെ ആക്രമിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ ഇറങ്ങി വന്നു. കയ്യിൽ കിട്ടിയ ഒരു പച്ച താടിയെല്ല് കൊണ്ടല്ലേ, പച്ച കഴുതയുടെ ഒരു പച്ച താടിയെല്ല് കയ്യിൽ കിട്ടി. അതെടുത്ത് കൊന്നൊന്ന് കൊന്ന് 2 എന്ന് പറയത്തക്ക നിലയിൽ 1000 കൊല്ലുവാനിടയായി ഒരു വലിയ വിജയം ശിംശോന് അവിടെ ഉണ്ടായി. ആരാണ് ശിംശോനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്? അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഏതെങ്കിലും കമാൻഡർമാരുണ്ടായിരുന്നോ? ഇല്ല, ദൈവം തന്നെ ശിംശോനെ ട്രെയിൻ ചെയ്യിപ്പിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികൾ ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ സഹോദര പുത്രനായിരിക്കുന്ന ലോത്തിനെയും കൂട്ടരെയും പിടിച്ചുകൊണ്ട് പോയി എന്നറിഞ്ഞപ്പോൾ അബ്രഹാം അവരെ പിന്തുടർന്ന് അവരെ ജയിച്ച് ലോത്തിനെയും കുടുംബത്തെയും എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും ദൈവം ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അബ്രഹാം ട്രെയിൻ ചെയ്യിപ്പിച്ച ഒരു വലിയ സമൂഹം അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിലും അതുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവമക്കളെ, ദൈവം തന്റെ ജനത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നവരാണ്. ഇന്ന് ഞാനും നിങ്ങളും ഈ പോർക്കളത്തിൽ നിൽക്കുവാൻ കഴിയുന്നത് ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ്. ശത്രുവിനെതിരെ നമ്മുടെ മസിൽ പവർ കാണിക്കുവാനല്ല, പിന്നെയോ സ്വർഗം നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്ന ആത്മധൈര്യം കൊണ്ട്, ആത്മശക്തി കൊണ്ട് ശത്രുവിനെ ജയിക്കുവാൻ ദൈവം നമുക്കിടയാക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അവിടെ പറയുന്നു, ദൈവം നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന സർവായുധ വർഗങ്ങളെ കുറിച്ച്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഡിഫൻസിനും ഒഫൻസിനും വേണ്ടിയുള്ള എല്ലാവിധമായ ആയുധങ്ങളും നമ്മളെ ധരിപ്പിച്ച് സർവായുധ വർഗധാരികളാക്കി അവൻ നമ്മെ നിർത്തി ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മെ ധരിപ്പിച്ച് അവൻ നമ്മെ നിർത്തുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 2 തിമോത്തിയോസിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണല്ലോ. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സസ് 1-3 നമുക്കൊന്ന് വായിക്കാം. അവിടെ പൗലോസ് തിമോത്തിയോസിനെ അഭ്യസിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സസ് 1-3 വായിക്കാം. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. വായിക്കാം. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. നീ ശക്തിപ്പെടുക, നീ മറ്റുള്ളവരെ ഭരമേൽപ്പിക്കുക. വായിക്കാം. ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. നീ കഷ്ടം സഹിക്ക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ ഇടപെടാതെ നീ മാറിയിരിക്കണം. താഴോട്ട് വായിക്കുമ്പോൾ തിമോത്തിയോസെ, നീ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് പൗലോസ് തിമോത്തിയോസിനെ പരിചയിപ്പിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ അഭ്യസിപ്പിച്ച പൗലോസ് തിമോത്തിയോസിനെ എക്വിപ്പ് ചെയ്ത് അവനെ മോൾഡ് ചെയ്ത് അവനെ നല്ലൊരു ഭടനാക്കി മാറ്റിയെന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ പൗലോസ് അതേ പുസ്തകം 4-ാം അധ്യായത്തിന് 7-ാം വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം
എനിക്കായി വെച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവൻ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ലോകം നൽകുന്ന ഭാഗ്യാവസ്ഥയല്ല ഭാഗ്യാവസ്ഥയെന്ന് ഇന്ന് തിരിച്ചറിയട്ടെ. ആരാണ് ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുന്നത്? യുദ്ധത്തിനായിട്ട് കൈകളും പോരിനായി വിരലുകളും ദൈവത്താൽ അഭ്യസിപ്പിക്കുന്ന അങ്ങനെയുള്ള ദൈവമക്കളാണ് ഭാഗ്യകരമായ അവസ്ഥയിൽ ജീവിക്കുന്നത്. ഇന്ന് അങ്ങനെ ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ 2-ാം വാക്യത്തിൽ 144-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. എന്റെ ദയയും എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിചയം ഞാൻ ശരണമാക്കിയവനും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവൻ അവനാകുന്നു എന്ന് പറഞ്ഞാൽ the one who is lifted to rule over by God, ദൈവത്താൽ വാഴുന്നതിന് വേണ്ടി ഉയർത്തപ്പെടുന്ന അവസ്ഥയിലായിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവമക്കളായിരിക്കുന്ന നാം മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും പിശാചിന് അടിമപ്പെടുവാനുള്ളവരല്ല. പിശാചിന് അടിമപ്പെടരുത്, പാപത്തിന് അടിമപ്പെടരുത്, അക്രമങ്ങൾക്ക് അടിമപ്പെടരുത്. ദൈവത്തിന് വിരോധമായി ഉണ്ടാക്കുന്ന ഒന്നിനും നമ്മൾ അടിമപ്പെട്ടു പോകുവാൻ പാടില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ആർക്കും അടിമകളായിരിക്കുവാനല്ല, നമ്മളെ അതിൽ നിന്ന് ഉയർത്തിയാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. 1 Peter chapter 5 verse 6 നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പി. നമ്മൾ താണിരിക്കുമ്പോൾ അവൻ നമ്മളെ ഉയർത്തുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവത്താൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നുവെങ്കിൽ അതൊരു ഭാഗ്യകരമായ അവസ്ഥയാണ്. ലോകം ഉയർത്തുന്നത് താഴ്ത്താനാണെങ്കിൽ ദൈവം ഉയർത്തുന്നത് ഉയർത്തി നിർത്താനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ടും കഴിയുമോ? അനേകരുടെ അനുഭവങ്ങൾ നമുക്ക് തിരുവചനത്തിലൂടെ വായിക്കുവാൻ കഴിയുമെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ചുരുക്കമായിട്ട് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ യോസെഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 45 വേഴ്സ് 8 ഒന്ന് വായിക്കാം. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. യോസെഫ് തന്റെ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും. 3 കാര്യങ്ങളാണ് യോസെഫ് പറയുന്നത്. അവൻ എന്നെ ഫറവോന് പിതാവും, അവന്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും, ഗൃഹത്തിന് യജമാനൻ, മിസ്രയീം ദേശത്തിനൊക്കെയും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. അപ്പോൾ 3 പൊസിഷനാണ് യോസെഫ് അവിടെ പറയുന്നത്. ഫറവോന് ഞാൻ ആരാണ്? ഫറവോന് ദൈവം. അടുത്തത് ഫറവോന് പിതാവും, ഫറവോന് പിതാവ്, അവന്റെ ഗൃഹത്തിനൊക്കെയും ഗൃഹത്തിന് യജമാനൻ, മിസ്രയീം ദേശത്തിന് അധിപതി. ആരാണ് യോസെഫ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു കച്ചവട ചരക്ക് എന്നതുപോലെ സ്വന്തം സഹോദരന്മാർ വിറ്റ് കാശ് മേടിച്ചിട്ട് ഉടുത്തു കൊണ്ടുവന്ന യോസെഫ് കൊണ്ടുവന്ന ആഹാരം മേടിച്ച് കഴിച്ച് അപ്പൻ ഉണ്ടാക്കി കൊടുത്ത നിലയെങ്കിൽ ഊരി മാറ്റി വെച്ചിട്ട് ഉള്ള വിലയ്ക്ക് യോസെഫിനെ വിറ്റ് കളഞ്ഞതാണ്. അങ്ങനെ ഒരു കച്ചവട ചരക്കായി ഇസ്മേല്യ കച്ചവടക്കാരാൽ മിസ്രൈമിൽ എത്തിച്ചേർന്നവനാണ് യോസെഫ്. ആ യോസെഫ് ഇപ്പോൾ ആരായി മാറി? ഫറവോന് പിതാവായി മാറി, ദേശത്തിന് അധിപതിയായി മാറി. ദൈവം അവനെ ഉയർത്തിയ ഉയർച്ചയുടെ പടവുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ലോകം നിന്നെ താഴ്ത്തിക്കളയുമ്പോൾ നീ അടിമപ്പെട്ടു പോകരുത്, താണു പോകരുത്. യോസെഫ് പറഞ്ഞു, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവത്താൽ ഉയർത്തപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നതാണ് ഭാഗ്യാവസ്ഥ. 3-ാമത്തെ ഭാഗ്യാവസ്ഥ 144-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 9-ാമത്തെ വാക്യം വായിക്കാം. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. Oh, the one who sings to the Lord
ദൈവത്തിന് പാടുന്നവർ ഭാഗ്യമുള്ളവരാണ്. അവർ പകല് പാടും, രാത്രിയിൽ പാടും. തിരുവചനം അതെല്ലാം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇയ്യോബ് പറയുന്നു രാത്രിയുടെ യാമങ്ങളിൽ, ആ വാക്യം മാത്രം നമുക്കത് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇയ്യോബിന്റെ സ്നേഹിതൻ വന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. ജോബ് ചാപ്റ്റർ 35 വേഴ്സസ് 10 and 11. എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനും, ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും, ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായി എന്റെ സൃഷ്ടാവായ ദൈവം എവിടെ എന്ന് ഒരുത്തരും ചോദിക്കുന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ നമുക്ക് സ്തോത്ര സംഗീതം തരുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ. ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടി ആയിരിക്കുമ്പോൾ നമുക്ക് പാടുവാൻ കഴിയും, ദുഃഖത്തോടുകൂടി ആയിരിക്കുമ്പോൾ നമുക്ക് പാടുവാൻ കഴിയും. ഏത് സാഹചര്യത്തിലും പാടുന്നവരാണ് ദൈവമക്കൾ. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാർ പാടുകയുണ്ടായി. അവർ പാടുക മാത്രമല്ല, പാടി ദൈവത്തെ സ്തുതിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ചെങ്കടലിൽ നിന്ന് ജനം രക്ഷപ്പെട്ട് മുൻപോട്ട് വരുന്ന സമയത്ത് അവർ അക്കരെ കയറിയ ശേഷം അവർ ദൈവത്തെ പാടി സ്തുതിച്ചുവെന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അവരെന്താണ് പാടി സ്തുതിച്ചത്? വഴി അടച്ച് വഴി തുറന്ന ദൈവത്തെ അവർ പാടി സ്തുതിച്ചു. ഇസ്രായേൽ മക്കൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കപ്പെട്ട വഴി അവർക്കുണ്ടായിരുന്നു. എന്നാൽ അടയ്ക്കപ്പെട്ട സമുദ്രത്തിനകത്തുകൂടെ വഴി തുറന്ന് അക്കരെ എത്തിച്ച ദൈവത്തെ അവർ പാടി സ്തുതിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏത് സാഹചര്യത്തിലും പാടി സ്തുതിക്കുവാൻ കഴിയുന്ന അവസ്ഥ ഭാഗ്യകരമായൊരവസ്ഥയാണ്. 4-ാമത്തെ അവസ്ഥയെക്കുറിച്ച് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 12, 13, 14 വാക്യങ്ങളാണ്. Psalms 144 വേഴ്സസ് 12, 13 and 14. ഈ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, the one who prays is a blessed person. പ്രാർത്ഥിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. ദാവീദ് പറഞ്ഞു, ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഏത് സ്ഥിതിയിൽ ഇരിക്കുന്ന ജനമാണ്? പ്രാർത്ഥനാന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഞാൻ ദൈവമക്കളോട് പറയാം, പ്രസംഗിക്കുന്നവർ തകർന്നു പോയേക്കാം, പാടുന്നവർ വീണു പോയേക്കാം, എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ നിലനിൽക്കുവാനിടയാകും. പ്രാർത്ഥന കുറഞ്ഞു പോകുമ്പോഴാണ് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ജനം എന്നും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രാർത്ഥിക്കുന്ന ജനം എന്നും ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അവിടെ പറയുന്ന 3 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 12-ാം വാക്യത്തിലെ പ്രാർത്ഥന എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. The one who prays with a father's heart, ഒരു പിതാവിന്റെ ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ദൈവമക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു പിതാവിന്റെ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഞങ്ങളുടെ പുത്രന്മാർ, ഞങ്ങളുടെ പുത്രിമാർ, അവരെ കുറിച്ചുള്ള ആവലോടുകൂടെ അവരുടെ നല്ല ഭാവിയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിതൃഹൃദയത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മറ്റു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു പിതൃഹൃദയത്തോടുകൂടെ, അസൂയയില്ലാത്ത ഹൃദയത്തോടുകൂടെ, നല്ല ഹൃദയത്തോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരു പിതൃഹൃദയം നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ ആ പിതൃഹൃദയത്തിലെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ടെന്ന് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, എങ്ങനെയും പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു പിതൃഹൃദയം ഉണ്ടാകട്ടെ. 2-ാമത്തെ ഹൃദയം 13-ാം വാക്യമാണ്, വായിക്കാം. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റുപെരുകട്ടെ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, we need to pray with a farmer's heart. ഒരു കൃഷിക്കാരന്റെ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. കൃഷിക്കാരൻ പ്രാർത്ഥിക്കുന്നത് നിറവിന് വേണ്ടിയാണ്.
അവിടെ നാം വായിച്ചത്, കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ, ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10000-ആയും പെറ്റുപെരുകട്ടെ. അപ്പോൾ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൃഷിക്കാരനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃഷിക്കാരന്റെ ഹൃദയം നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തെ ഹൃദയം 14-ാമത്തെ വാക്യം, 13ഉം 14ഉം വാക്യമാണ്. 14-ാമത്തെ വാക്യം വായിക്കുക. ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ, മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഞങ്ങളുടെ 13-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലുമായി ഞങ്ങളുടെ ആടുകൾ, ഞങ്ങളുടെ മാടുകൾ, ഞങ്ങളുടെ കാളകൾ ഇവയെല്ലാം പെറ്റുപെരുകട്ടെ, ഇവയ്ക്കെല്ലാം വലിയ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഷെപ്പേർഡ് ഹാർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ഇടയന്റെ ഹൃദയം നമുക്ക് ആവശ്യമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടത്? ഒരു പിതാവിന്റെ ഹൃദയത്തോടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു കൃഷിക്കാരന്റെ ഹൃദയത്തോടെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഒരു നല്ല ഇടയന്റെ ഹൃദയത്തോടുകൂടെ സമൃദ്ധിക്ക് വേണ്ടി, വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവനാണ് ഭാഗ്യമുള്ളവരെന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദാവീദ് പറഞ്ഞു, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഏത് സ്ഥിതിയിലിരിക്കുന്ന ജനമാണ് ഭാഗ്യമുള്ളത്? The one who is trained by the Lord, the one who is lifted up by the Lord, the one who sings to the Lord, and the one who prays. എങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്? The one who prays with a father's heart, the one who prays with a farmer's heart, the one who prays with a shepherd's heart. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് മാറ്റം വരും? ജീവിതത്തിൽ എന്ത് മാറ്റം വരും? അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്ലാതെ ലോകം കാണിച്ചു വെക്കുന്ന ഭാഗ്യവാന്മാരല്ല ഭാഗ്യവാന്മാര്. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിൽ, ആ പഠിപ്പിക്കലുകളിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 9 വിധ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് യഥാർത്ഥമായ ഭാഗ്യവാന്മാര്. ദാവീദ് പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടിയവർ ഭാഗ്യവാന്മാരാണ്. വേദപുസ്തകം ആദിയോടൊന്നും പഠിപ്പിക്കുന്ന ഭാഗ്യവാന്മാരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാര്. അതിൽ ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗ്യ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ഓർപ്പിച്ചത്. ഭാഗ്യവാന്മാരുണ്ട്, ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. ആ ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് കർത്താവിനോട് പറയാം, ദൈവമേ, ഈ ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുവാൻ എനിക്ക് എക്കാലവും കൃപ തരുമാറാകണമേ. ആ ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുവാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പം യുഗായുഗം വാഴും, എന്നും കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗ്യാവസ്ഥയിൽ നമുക്ക് നിലനിൽക്കാം. ഗാഡ് ബ്ലസ് യു ഓൾ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഹലോ ഹോപ്പിനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇന്ന് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്ന ഗാനം, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന എം.ഇ. ചെറിയാൻ രചിച്ച എൻ യേശുവേ, എൻ ജീവനെ, എൻ ആശ നീ മാത്രമേ എന്ന ഗാനമാണ്. പ്രാർത്ഥനയോടുകൂടെ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. യേശുവേ, എൻ ജീവനേ, എൻ
എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. എന്നേശുവേ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ, ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ, എൻ കാന്ത നീയുള്ളിലാശ്വാസമാ വൈകാതൻ മുൻ വന്നിടും. എൻ കാന്ത നീയുള്ളിലാശ്വാസമാ വൈകാതൻ മുൻ വന്നിടും. എന്നേശുവേ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. ഉറ്റോരുപേക്ഷിച്ചിടും എൻ കൂട്ടാളികൾ പോയിടും. ഉറ്റോരുപേക്ഷിച്ചിടും എൻ കൂട്ടാളികൾ പോയിടും. തെറ്റാതെന്നാവേശനേരങ്ങളിൽ കൂട്ടായെനിക്കുണ്ടു നീ, തെറ്റാതെന്നാവേശനേരങ്ങളിൽ കൂട്ടായെനിക്കുണ്ടു നീ. എന്നേശുവേ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ.
എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വിവിധങ്ങളായ പ്രോഗ്രാമുകളാൽ ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കി. പ്രാർത്ഥിക്കുവാനും പാടുവാനും അങ്ങയെ സ്തുതിപ്പാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് അവസരമൊരുക്കി. നല്ല നല്ല ഗാനങ്ങൾ ആലപിച്ച സഹോദരി സഹോദരന്മാരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ആ ഗാനങ്ങൾ കേൾക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും അത് ആശ്വാസമായിരിക്കാൻ ദൈവം കൃപ ചെയ്യുമാറാകണമേ. കർത്താവെ, ഞങ്ങൾക്ക് നൽകി തന്ന വാക്ക് വിശേഷം അത് എത്രയോ ധന്യമാണ്. ദൈവവചനം പഠിക്കുവാനായി ഞങ്ങൾക്ക് ഒരുക്കുന്ന നല്ല അവസരം, അതിനുവേണ്ടി ബദ്ധപ്പാടോടുകൂടെ പ്രോഗ്രാമുകൾ ഒരുക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് തിരുവചനം ചിന്തിപ്പാൻ അവിടുന്ന് കൃപ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, യഹോവ ദൈവമായിരിക്കുന്ന ഈ നല്ല അവസ്ഥയിൽ ഞങ്ങൾക്ക് എക്കാലവും ജീവിക്കുവാൻ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെയെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. ലോകം വെച്ച് നീട്ടുന്ന ഭാഗ്യമോ ഭാഗ്യാവസ്ഥയോ അല്ല കർത്താവേ, അതെല്ലാം താൽക്കാലികമാണ്. അങ്ങനെ പറയുന്ന പല ഭാഗ്യങ്ങളും നിർഭാഗ്യമായി പോയത് ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഭാഗ്യവാന്മാരെന്ന് ലോകം വിളിച്ച പലരും നിർഭാഗ്യവാന്മാരെന്ന് തിരുത്തി പറയേണ്ട സാഹചര്യങ്ങളുണ്ടായ അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളെ എക്കാലവും ഭാഗ്യവാന്മാരെന്ന് ദൈവം കണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവം നൽകി തന്നിരിക്കുന്ന അവസ്ഥകളാൽ ഞങ്ങൾക്ക് ഭാഗ്യവാന്മാരായി തീരുവാൻ അവിടുന്ന് കൃപ തന്നതുകൊണ്ട് സ്തോത്രം. ഈ ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണം. ദൈവത്താൽ മാനിക്കപ്പെടുവാനും ഉയർത്തപ്പെടുവാനും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കാനും ഞങ്ങൾക്ക് കൃപ തരണം. ഹലോ ഹോപ്പിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹലോ ഹോപ്പിന്റെ ഈ പ്രവർത്തനത്താൽ ഈ തിരുവചന ശുശ്രൂഷകൾ, ഗാന ശുശ്രൂഷകൾ, വാക്കുവിശേഷം, മറ്റെല്ലാ കാര്യങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, നിന്റെ മക്കൾക്ക് അതേറിയ പ്രതിഫലത്തിന് കാരണമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു വലിയ നാമത്തിൽ അതിവിനയമായിട്ട് അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ടുമാറാകണമേ. വീഴാതെ കൊണ്ട് നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടുകൂടെയും ഇന്നുമെന്നും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. മാറാനാഥ, കർത്താവ് വരാറായി.